തിരുവനന്തപുരത്ത് ഒരു സീറ്റിനെ ചൊല്ലി ഒരു തർക്കമുണ്ട്. ആ തർക്കത്തിന്റെ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം സീറ്റ് CMPക്ക് കൈമാറുന്നതിൽ കോൺഗ്രസിൽ പ്രതിഷേധം കടുക്കുന്നു. KPCC DCC ഭാരവാഹികൾ നേതൃത്വത്തെ പ്രതിഷേധം അറിയിച്ചു. തിരുവനന്തപുരം CMPക്ക് നൽകിയാൽ പരാജയപ്പെടുമെന്നാണ് നേതാക്കളുടെ മുന്നറിയിപ്പ്. സീറ്റ് കൈമാറരുതെന്ന് മണ്ഡലം കമ്മിറ്റികളും ആവശ്യപ്പെടുന്നു. റോഷിപാലുണ്ട്. റോഷിപാൽ, നമ്മുടെ CP ജോണിന് സീറ്റില്ലാതെ ഒരു ഒടുവിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? തിരുവനന്തപുരത്ത് ആകെയുള്ള ഒരേ ഒരു സീറ്റിൽ ഒരു പക്ഷേ CMP മത്സരിച്ചാൽ അവിടെ CP ജോണിന് കൊടുക്കാൻ പറ്റും. അതാണ് സതീശന്റെയും ഒക്കെ ആഗ്രഹമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ തിരുവമ്പാടിയൊക്കെ പറഞ്ഞു, പക്ഷേ ആ സീറ്റ് ലീഗ് വിട്ടുകൊടുക്കുന്ന മട്ടുമില്ല. അത് ക്ഷമിക്കണം, കോൺഗ്രസ് അത് ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി. അത് CMPക്ക് കിട്ടിയിട്ടുമില്ല. എന്താണ് തിരുവനന്തപുരത്തെ ചൊല്ലിയുള്ള ഒരു തർക്കം കോൺഗ്രസിൽ? അരുൺകുമാർ, UDF സെക്രട്ടറി കൂടിയായ CP ജോണിന് സുരക്ഷിത മണ്ഡലം കൊടുക്കണമെന്ന അഭിപ്രായം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതേസമയം തിരുവനന്തപുരം മണ്ഡലം കൈമാറുന്നതിന് തിരുവനന്തപുരം ജില്ലയിലെ KPCC ഭാരവാഹികളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളും ഒക്കെ കടുത്ത എതിർപ്പ്. അത് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ദീപാദാസ് മുൻഷി അടക്കമുള്ള എല്ലാ നേതാക്കളെയും അവർ നേരിട്ട് കണ്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. കാരണം അവിടെ CP ജോൺ എത്തിക്കഴിഞ്ഞാൽ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത്. മാത്രവുമല്ല, കഴിഞ്ഞ തവണ വലിയൊരു പരാജയമല്ല അവിടെ ഉണ്ടായത്. കഴിഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമായ തരംഗത്തിൽ നഷ്ടപ്പെട്ട മണ്ഡലമാണ്. അത് തിരിച്ചുപിടിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതാക്കൾക്ക്. പക്ഷേ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നവർക്ക് അവിടെ ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാദിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് വ്യക്തതയില്ല. ഇന്നും നാളെയൊക്കെയായി ഏറ്റവും പ്രധാനപ്പെട്ട സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നുണ്ട്. CP ജോൺ അവിടെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ തുടങ്ങി. പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കളെ അടക്കം സന്ദർശിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ CP ജോണിന് മറ്റൊരു ഇടം എവിടെ കൊടുക്കാൻ കഴിയും എന്ന ആലോചന കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിലുണ്ട്. നേരത്തെ VS ശിവകുമാർ, ഒപ്പം KS ശബരിനാഥൻ, മണക്കാട് സുരേഷ്, T ശരത്ചന്ദ്ര പ്രസാദ് അടക്കമുള്ള പല നേതാക്കളുടെയും പേരുകളാണ് അവിടെ പരിഗണിക്കപ്പെട്ടത്. കഴിഞ്ഞ തവണ ആന്റണി രാജുവുമായി മത്സരിച്ച് പരാജയപ്പെട്ടത് മുൻ ആരോഗ്യമന്ത്രി കൂടിയായ VS ശിവകുമാറാണ്. അങ്ങനെ ഇവരൊക്കെ പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം. അതുകൊണ്ട് എളുപ്പത്തിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏതായാലും CP ജോണിന് തന്നെ സീറ്റ് നൽകണമെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ശക്തമായി വാദിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. റോഷിയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ തിരുവനന്തപുരം സീറ്റിനെ ചൊല്ലി UDF-ൽ ഒരു ചെറിയ പ്രശ്നം. UDF-ലല്ല, കോൺഗ്രസിനുള്ളിൽ തന്നെ പ്രാദേശിക നേതാക്കളാണ് ആവശ്യപ്പെട്ടത്. തിരുവനന്തപുരം CMPക്ക് കൊടുത്താൽ കോൺഗ്രസിന് നഷ്ടപ്പെടും എന്നുള്ളതാണ് ചില നേതാക്കൾ പറയുന്നത്. പക്ഷേ അപ്പോൾ CP ജോൺ എവിടെ മത്സരിക്കും എന്ന ചോദ്യം പ്രസക്തമല്ലേ?